കോട്ടയത്തെ ജലോത്സവ പ്രേമികളായ ആയിരങ്ങളുടെ ആർപ്പുവിളികളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ആർപ്പൂക്കര ചുണ്ടൻ നീരണിഞ്ഞു. കോട്ടയത്ത് ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച ആദ്യ ചുണ്ടൻ വള്ളമാണ് ആർപ്പൂക്കര ചുണ്ടൻ. 128 അടി നീളവും മധ്യഭാഗത്ത് 64 ഇഞ്ച് വീതിയുമുള്ള നല്ല ലക്ഷണമൊത്ത ചുണ്ടൻ വള്ളം. 83 തുഴച്ചിൽക്കാരും 5 അമരക്കാരും 7 താളക്കാരും ഉൾപ്പെടെ 95 പേർക്ക് കയറാവുന്ന വള്ളം. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ആർപ്പൂക്കര ചുണ്ടൻ വള്ള സമിതിയുടെ നേതൃത്വത്തിലാണ് വള്ളം നിർമ്മാണം ആരംഭിച്ചത്. കളിവള്ള നിർമ്മാണത്തിലെ പ്രമുഖനായ എടത്തുവ കോവിൽമുക്ക് ഓടശ്ശേരിയിൽ സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. ഒരുപക്ഷെ മധ്യ തിരുവിതാംകൂറിൽ ഇങ്ങനൊരു ഉയർന്ന വീക്ഷണവും സാമൂഹ്യമായ കൂട്ടായ്മയും ഒപ്പം സമ്പന്നമായ ഒരു സാംസ്കാരിക രൂപം പടുത്തുയർത്തിക്കൊണ്ട് ജനകീയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ നീരണിയൽ ചടങ്ങ് നടക്കുന്ന സന്ദർഭം അത്യപൂർവമായിരുന്നു. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേളയിൽ കന്യാങ്കത്തിൽ ആർപ്പൂക്കര ചുണ്ടൻ മാറ്റുരയ്ക്കും. കുമരകം ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാവും ആർപ്പൂക്കര ചുണ്ടൻ തുഴയുക. കന്യാങ്കത്തിൽ തന്നെ ആർപ്പൂക്കര ചുണ്ടൻ കപ്പടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആർപ്പൂക്കരക്കാർ. ഇത്തവണ ഞങ്ങളുടെ ആർപ്പൂക്കര ചുണ്ടൻ കുഞ്ഞമ്മടക്കാരി നെഹ്റു ട്രോഫിക്ക് ഒന്നാമതായിട്ട് വെള്ളിച്ചുണ്ടൻ മേടിക്കും. നെഹ്റുവിൻ്റെ കയ്യൊപ്പുള്ള ചുണ്ടൻ മേടിച്ചു. നാട്ടിലൊരു ആവേശമാണ്. ഈ നാട് മൊത്തം ഇവിടെ കൂടിയിരിക്കുകയാണ് ഈ വള്ളം നീരണിയുന്നതിന്. ഈ നാട്ടിലെ സകല ജനങ്ങളുടെയും പ്രാർത്ഥനയാണ് ഈ കൊല്ലം ഈ ആർപ്പൂക്കര ചുണ്ടൻ കപ്പെടുക്കുക എന്നുള്ളത്. അത് തീർച്ചയായും അതിനുള്ള ശക്തമായ ടീം തന്നെയുണ്ട് ഈ ആർപ്പൂക്കര ചുണ്ടന്. അതുകൊണ്ട് ഇത്തവണത്തെ ട്രോഫി ആർപ്പൂക്കര ചുണ്ടൻ തന്നെ ആയിരിക്കും. ആർപ്പൂക്കര കരിപ്പൂത്തട്ട് കൈതേപാലത്തിന് സമീപം പെണ്ണാർത്തോട്ടിലാണ് ആർപ്പൂക്കര ചുണ്ടൻ നീരണിഞ്ഞത്. ജനങ്ങളും വള്ളത്തിന്റെ ഓഹരി ഉടമകളും ചേർന്ന് വാദ്യഘോഷങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും അകമ്പടിയോടെ ജലഘോഷയാത്രയായി ചുണ്ടൻ മണിയാപറമ്പ് ചതുർവേണിയിൽ എത്തിച്ചു. മുൻ മന്ത്രി വി എൻ വാസവൻ, ഫ്രാൻസിസ് ജോർജ് MP, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ആർപ്പൂക്കര ചുണ്ടൻ വള്ള സമിതി പ്രസിഡന്റ് ബിജു വെട്ടൂർ, നിർവാഹക സമിതി അംഗം ബൈജു മാതിരമ്പുഴ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനസാഗരത്തെ സാക്ഷിയാക്കി ആർപ്പൂക്കര ചുണ്ടൻ നീരണിഞ്ഞിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ തന്നെ ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ കരുത്തിൽ നെഹ്റു ട്രോഫി മുത്തമിടാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ആർപ്പൂക്കരയിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.